നമസ്കാരം, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടവും എന്നാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും വളരെ ഹെൽത്തിയുമായ ഒരു ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രയോ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇന്ന് എടുത്തിരിക്കുന്നത് 1/2 കിലോ ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഞാനൊരു പച്ചമുളക് എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം. അത് നല്ല രീതിയിൽ അരച്ച് പേസ്റ്റ് ആക്കുക. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ, ഇത് ബോൺലെസ് ചിക്കനാണ്. ആ ചിക്കൻ എടുത്തിട്ട് നമ്മൾ ഈ അരച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് അതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ പാനിലൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് ഗ്രാമ്പു അത് അങ്ങനെ ഇട്ടൊന്ന് ചൂടാക്കാം. അതിനുശേഷം നമ്മളുടെ ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനകത്തൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ചിക്കനകത്തുള്ള വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അത് നല്ല ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് ചെയ്യേണ്ടത് ഒരു സവോള ഒരു ഇടത്തരം മുഴുപ്പിൽ മുറിച്ചത്, അതായത് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ മുറിച്ച് ഒരു പച്ചമുളകും കൂടി അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറു തീയിലാക്കി ഇനി നമ്മളിത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് ഏകദേശം അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം റെഡിയായിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് സമയം മതി. എന്നാൽ വളരെ ഹെൽത്തിയാണ്. നമ്മൾ അധികം എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ആകെ ഉപയോഗിച്ചതിന് 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഫ്രൈയോ റെഡി ആയിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.